ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഹാപ്പി വുമൻസ് ഡേ. ഇന്ന് വുമൻസ് ഡേയിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യമാണ്, സ്ത്രീ എന്ന് പറയുന്നത് ഒരു ഫാമിലിയിലെ സ്ട്രെങ്താണ്, അതുപോലെ ബാക്ക് ബോൺ ഓഫ് ദ സൊസൈറ്റി ഒക്കെയാണ്. സ്ത്രീ എപ്പോഴും ലവബിളാണ്, സ്ട്രോങ് ആണ്. പക്ഷേ ഇതിനൊക്കെ പല ആൾക്കാരും പല വ്യാഖ്യാനങ്ങളും പറയും. ചിലർ വീട്ടിലുള്ള സ്ത്രീകൾക്ക് അവർക്ക് എന്ത് ജോലിയാണുള്ളതെന്ന് ചോദിക്കും. എന്നാൽ പെട്ടെന്നൊരു ദിവസം ആ സ്ത്രീ ആ വീട്ടിൽ നിന്ന് അപ്രത്യക്ഷമായാൽ അന്ന് അതുവരെ അവർ ചെയ്തുകൊണ്ടിരുന്ന പല ജോലികളും സ്വന്തമായിട്ട് ചെയ്യേണ്ടി വരുമ്പോൾ മാത്രമാണ് അവർ മനസ്സിലാക്കുന്നത് സ്ത്രീ ശരിക്കും ആരായിരുന്നു എന്ന്. എത്ര കഠിനമായ ജോലികളാണെങ്കിൽ പോലും ഒരു മടിയും കൂടാതെയാണ് ആൾക്കാർ ചെയ്യുന്നത്. എന്തുകൊണ്ടാണങ്ങനെ? അവർക്കെപ്പോഴും വലുത് അവരുടെ ഫാമിലിയാണ്. അവർക്ക് ഭർത്താവിൻ്റെ കാര്യവും മക്കളുടെ കാര്യവും കഴിഞ്ഞ് സ്വന്തം കാര്യങ്ങൾ പോലും ഉള്ളൂ. നല്ലൊരു വീട്ടമ്മയാവാനും നല്ലൊരു അമ്മയാവാനും ഒരു സ്ത്രീക്ക് പറ്റും. അതുപോലെ തന്നെ അവരെ കെയർ ചെയ്യുന്ന ഒരു ഭർത്താവാകാനും മക്കളാവാനും എല്ലാവർക്കും പറ്റിയാൽ സന്തോഷത്തോടെയുള്ളൊരു ഫാമിലി നമുക്കുണ്ടാവും. ഇപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനായിട്ട് തോന്നുന്ന ഒരു കാര്യം, ഞാൻ വർക്ക് ചെയ്യുന്ന ക്ലിനിക്കിൽ ഒരു ദിവസം ഒരു അച്ഛനും മകളും കൂടി വന്നു. കുട്ടിക്ക് എന്തൊക്കെയോ അസ്വസ്ഥതകളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. പരിശോധിച്ച് നോക്കിയപ്പോൾ അതിന് വേറെ കാര്യങ്ങളൊന്നുമില്ല. എന്നാലും ടെസ്റ്റുകളൊക്കെ ചെയ്തു. എല്ലാം കഴിഞ്ഞിട്ട് ഡോക്ടർ അവരോട് ചോദിച്ചു, ഫുഡിൻ്റെ കാര്യം എങ്ങനെയാണ് നിങ്ങൾ കഴിക്കുന്നത്, സമയത്ത് ആഹാരം കഴിക്കാറുണ്ടോ എന്ന്. അപ്പോൾ ആ അച്ഛൻ പറയുകയാണ്, ഞങ്ങൾ രണ്ടുപേരും രാവിലത്തെ ഭക്ഷണം ഇപ്പോൾ കഴിക്കാറില്ല. എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, കുട്ടിയുടെ അമ്മ മരിച്ചിട്ട് 1 മാസമായി. രാവിലെ ഞങ്ങൾക്ക് എഴുന്നേറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കി ഉച്ചക്കത്തേക്കുള്ള ഫുഡും ഉണ്ടാക്കിക്കൊണ്ട് പോകാനായിട്ട് പറ്റുന്നില്ല. അത് ഞങ്ങളെ 2 പേരെ കൊണ്ടും അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. അതുകൊണ്ട് അവർ ചെയ്തത് രാവിലത്തെ ഫുഡൊന്ന് സ്കിപ്പ് ചെയ്തു. ഉച്ചക്കലത്തേക്കുള്ള ഫുഡ് വാങ്ങിക്കാൻ മോളുടെ കയ്യിൽ പൈസ കൊടുത്തു വിടും. അടുത്തുള്ള കടകളിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കഴിക്കും. വൈകുന്നേരം ആ അച്ഛനും മകളും കൂടി ഏതെങ്കിലും കടയിൽ പോയി ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ വന്ന് കിടക്കുന്നു. ഈ ഒരു അവസ്ഥയാണ് ആ കുഞ്ഞിൻ്റെ ആരോഗ്യ പ്രശ്നം. ആ കുഞ്ഞിനെ അമ്മ ജീവിച്ചിരുന്നെങ്കിൽ അതിനങ്ങനെയൊന്നും വരത്തില്ലായിരുന്നു. അപ്പോൾ അമ്മയുടെ കരുണയും ഒരു ഭാര്യയുടെ കടമയും എല്ലാം അവർ കൃത്യമായി ചെയ്തതുകൊണ്ടാണ് ആ അച്ഛനും മകൾക്കും അവരുടെ സാന്നിധ്യം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ പോയത്. അതുകൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കുക, ഫാമിലിയിൽ സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് പരസ്പരം മനസ്സിലാക്കി എല്ലാവരും, ഭാര്യയായാലും ഭർത്താവായാലും പരസ്പരം മനസ്സിലാക്കി ജീവിച്ചു പോയാൽ ഒരു നല്ല സന്തോഷകരമായ ഒരു ഫാമിലി നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് പറ്റും. ഇന്നത്തെ വുമൻസ് ഡേയിൽ ലോകത്തിലെ എല്ലാ സ്ത്രീകളോടും ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ആശംസകൾ അറിയിച്ചോളൂ. താങ്ക് യു.